നമ്മൾ മുമ്പ് വിചാരിച്ചത് എന്താ, ഒരു ബീഹാറി പൈസ എടുത്ത് പോയി, നമ്മൾ OTP ഷെയർ ചെയ്തപ്പോൾ ബീഹാറിലൊരാൾ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്, വെസ്റ്റ് ബംഗാളിലൊരാൾ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്, അങ്ങനെ പല ഭാഗത്തുള്ള ആളുകളിലേക്ക് പൈസ പോയിരുന്നു. അന്ന് കേരളക്കാരുടെ അടുത്തുനിന്ന് ബാങ്ക് അക്കൗണ്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളുടെ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടും ഇവർ സംഘടിപ്പിച്ച് ഇതൊരു വലിയൊരു ക്രൈമായി, നമ്മളെ കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി. അതുകൊണ്ട് പലപ്പോഴായിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അവർക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ പോലും പരിചിതമായി എന്നുള്ളതാണ്. ഞാൻ മുംബൈയിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഞാനൊരു ക്രൈം ഫീൽഡിൽ ക്രൈമിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലൊന്നുമല്ല. കോർപ്പറേറ്റ് ഫീൽഡിൽ സിവിൽ ഏരിയയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പോലും ഈ പരിചയമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ പോയി നോക്കി ഇതിലൊരു ഒരു അറിയാം. ചില സമയത്ത് നാട്ടിലെ ചില ആളുകൾ വിളിക്കും, അവർക്കൊരു വക്കീൽ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന. അപ്പോൾ പാവങ്ങളല്ല, അവർ നേരിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോകുമ്പോൾ സമയത്ത് ഇപ്പോൾ ഒറീസ ഒരു തവണ പോയത് റോർക്കേലയിലാണ്. അവിടെ പോലീസ് ഓഫീസേഴ്സിന് ഒന്ന് ഹിന്ദി അറിഞ്ഞുകൂടാ, അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുകൂടാ. ഈ ഭാഷയുടെ പരിമിതി വെച്ചിട്ട് അവർക്ക് ഒറിയ മാത്രമേ അറിയുള്ളൂ. അത് വെച്ചിട്ടുള്ളൊരു പ്രശ്നം. ഇനി മഹാരാഷ്ട്രയിലൊരു മുംബൈ, പൂനെ, നാസിക്, ഔറംഗാബാദ് മാത്രമല്ല ഉള്ളത്. അവിടെ യവത്മൽ, സാംഗ്ലി, പിന്നെ കൊലാപ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ ഹിന്ദി അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്, മറാഠി മാത്രം സംസാരിക്കുന്നവർ. അപ്പോൾ അവിടെയുള്ള ഈ മറാഠി സാധാരണക്കാരുടെ കാര്യമല്ല പറയുന്നത്, പോലീസ് ഓഫീസേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്രൈമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കേസുകളുണ്ടാവും. അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കേസിൽ പോലീസ് ഓഫീസറുടെ നമ്പർ കിട്ടും, ചില ബാങ്കിൽ നിന്നെല്ലാം കിട്ടും. ആ നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, അവർ ഫോൺ കട്ട് ചെയ്യും. ഇനി അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ പോയാലുള്ള അവസ്ഥയോ, അത് നമ്മൾ കേരളത്തിലെ പോലെ എല്ലായിടത്തും ഈ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കറക്റ്റാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. പലതും നൂല് പൊട്ടിയ പമ്പരാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വീണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്.